അടിമാലി മേഖലയിലെ തെരുവുനായ ശല്യത്തിന് പരിഹാരമില്ല. മാർക്കറ്റ് ജംഗ്ഷനും ബസ് സ്റ്റാൻഡ് പരിസരവും ഉൾപ്പെടെ തെരുവുനായ്ക്കൾ കൈയടക്കിയതോടെ കാൽനടയാത്രക്കാരും ഇരുചക്ര വാഹന യാത്രികരും ഭീതിയിലാണ്. അലഞ്ഞുതിരിയുന്ന നായ്ക്കളെ പിടികൂടി മാറ്റണമെന്നാണ് ആവശ്യം. അടിമാലി മേഖലയിൽ തെരുവുനായ്ക്കളുടെ ശല്യം നിയന്ത്രിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. രാപ്പകൽ വ്യത്യാസമില്ലാതെ കൂട്ടമായി ഇറങ്ങുന്ന തെരുവുനായ്ക്കൾ ടൗണിൽ പലപ്പോഴും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട്. മാർക്കറ്റ് ജംഗ്ഷനിലും ബസ് സ്റ്റാൻഡ് പരിസരത്തുമെല്ലാം തെരുവുനായ്ക്കൾ സ്വൈരവിഹാരം നടത്തുന്നു. അലഞ്ഞുതിരിയുന്ന നായ്ക്കളെ പിടികൂടി മാറ്റണമെന്നാണ് ആവശ്യം. അടിമാലി ബസ് സ്റ്റാൻഡും പരിസരത്തും ഭയങ്കര തെരുവുനായി ശല്യമാണ്. ഇവിടെ നിന്ന് യാത്രക്കാർക്കും സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികൾക്കും പ്രായമായ ആളുകൾക്ക് ഒന്നും നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു പട്ടിയുടെ കുറേ 10-15 പേരെ കടിച്ചു. അത് പിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്, പിടിച്ചോന്ന് അറിയത്തില്ല. ഇതിലും ഈ രാവിലെ ഒരു 6 മണി 6-6:30 മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ബസ് സ്റ്റാൻഡിൽ തെരുവുനായ്ക്കളേ ഉള്ളൂ, യാത്രക്കാർ വളരെ കുറവ്. തെരുവുനായ്ക്കളാണ്, യാത്രക്കാരെല്ലാം പേടിച്ച് അതിലേക്ക് മാറി നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഈ പട്ടികളൊക്കെ ഒന്ന് പിടിച്ച് എന്തെങ്കിലും ചെയ്ത് ഒന്ന് യാത്രക്കാരെ രക്ഷിക്കണമെന്ന്. നായ്ക്കൾ പെരുകിയതോടെ രാത്രികാലത്തും പുലർച്ചെയും അടിമാലി ടൗണിലെത്തുന്നവർ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. കൂട്ടമായി നടക്കുന്ന നായ്ക്കളെ തുരത്തിയോടിക്കുവാൻ ശ്രമിച്ചാൽ അവ കൂടുതൽ അപകടകാരികളായി ആക്രമിക്കാൻ ശ്രമിക്കുന്ന പ്രവണത ഉണ്ടാകുന്നു. നായ്ക്കൾ ഇരുചക്ര വാഹനങ്ങൾക്ക് കുറുകെ ചാടുന്നതും അപകടങ്ങൾക്ക് ഇടവരുത്തുന്നു. വർദ്ധിച്ചുവരുന്ന തെരുവു നായ്ക്കളുടെ എണ്ണം കുറയ്ക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തുനിന്നും ഇടപെടലുണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെയും വാഹനയാത്രികരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി.